നിയമസഭയിൽ ഒരു മന്ത്രി പറഞ്ഞു, എൻ്റെ നേരെ പ്രതിപക്ഷ നേതാവ് കൈ ചൂണ്ടി സംസാരിച്ചു. കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ല. കൈ ചൂണ്ടാനുള്ളത് കൂടിയാണ്, വിരൽ ചൂണ്ടാനുള്ളത് കൂടിയാണ്. തെറ്റ് കാണിക്കുമ്പോൾ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. മന്ത്രിയുടെ മുഖത്തല്ല, മുഖ്യമന്ത്രിയുടെ മുഖത്ത് ചൂണ്ടി സംസാരിക്കും. എൻ്റെ മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിച്ചു. പിന്നെ രാഷ്ട്രീയമായി വിമർശനം നടത്തി. വേറൊരു മന്ത്രിയുടെ പരാതി വിമർശിക്കാൻ പാടില്ലേ? ഇവരെല്ലാം വിമർശനത്തിന് അതീതരാണെന്നാണ്. MP രാജേഷ് ഈയിടെയായിട്ടുള്ളൊരു അസുഖം പിണറായി വിജയന് പഠിക്കുകയാണ്. മനസ്സിലായേ? അദ്ദേഹത്തെ പോലെ ആണെന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി. വിമർശനം അതിനുള്ള അസഹിഷ്ണുതയാണ് ഈ കാണിക്കുന്നത്. തെറ്റ് ചെയ്താൽ വിമർശിക്കുക തന്നെ ചെയ്യും. അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾ വിമർശിക്കപ്പെടും. അവരത് മനസ്സിലാക്കി സഹിഷ്ണുതയോടുകൂടി പെരുമാറി കാര്യങ്ങൾ ചെയ്യുക. കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ അഭിനന്ദിക്കാം. അതിനൊരു അവസരം എന്താ? അഭിനന്ദിക്കാൻ. കാര്യങ്ങൾ ചെയ്യട്ടെ. ഒന്നും ചെയ്യുന്നില്ല. ഒരു കാര്യം ചെയ്യാത്തതുകൊണ്ടാണല്ലോ ഈ ദുരന്തം ഉണ്ടായത്. ഒരു കാര്യം ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്തില്ല. മീറ്റിംഗ് കൂടാൻ പറ്റിയില്ല. അതുകൊണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണം വേണ്ടെന്ന് വെച്ച് ആണോ? അങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. മീറ്റിംഗ് കൂടാൻ പറ്റിയില്ലെങ്കിൽ മന്ത്രിയടക്കം ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞ് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് മീറ്റിംഗ് കൂടാലോ, പഞ്ചായത്ത് ഡയറക്ടർക്ക് മീറ്റിംഗ് കൂടാലോ, അർബൻ അഫയേഴ്സിന്റെ ഡയറക്ടർക്ക് മീറ്റിംഗ് കൂടാലോ. ആ പഞ്ചായത്ത് ഡയറക്ടറെയും അർബൻ അഫയേഴ്സ് ഡയറക്ടറെയും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയെയും മന്ത്രിക്ക് വിളിച്ചു പറയാലോ നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന്. അത് ചെയ്തില്ലല്ലോ, അത് ചെയ്തില്ല. മീറ്റിംഗ് നടത്താത്തതുകൊണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നില്ല എന്ന് പറയുന്ന വാദം എവിടെയാണ്? ഇത് പറയാൻ കൊള്ളുന്ന വാദമാണോ ഇത്? ഈ നേതൃ ക്യാമ്പിൽ കെ മുരളീധരന്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുന്നു. അല്ല, നിങ്ങൾ തുടങ്ങിയിട്ടില്ലല്ലോ, എല്ലാവരും വന്നിട്ടില്ല എന്നിട്ട് പറയാം. അല്ല, അത് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചില്ല. ഞാൻ അദ്ദേഹം വനവാസത്തിലൊന്നുമില്ല. അദ്ദേഹം എല്ലാ പരിപാടികളിലൊക്കെ. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? നേരത്തെ നല്ല കാര്യം. യോഗം വിളിച്ചിട്ട് ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചാൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. പക്ഷെ തെറ്റ് തന്നെയാണ്, ചെയ്തില്ല. പകർച്ചവ്യാധികൾ കേരളത്തിൽ പടർന്നു പിടിക്കുന്നു. ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു, ശ്രദ്ധിക്കണം. കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത അസുഖങ്ങൾ വരുന്നു. അപകടത്തിലേക്കാണ് കേരളം പോകുന്നത്. ആ ആരോഗ്യമന്ത്രി പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടില്ലേ? അത് മഴ വരുമ്പോൾ എപ്പോഴും പകർച്ചവ്യാധികളൊക്കെ വരും. ഇതിനു മുമ്പും വന്നിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയുടെ കാലത്തും വന്നിട്ടുണ്ട്. ഇതാണ് മറുപടി. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ടുകളായ 2 പേർ, ഒരാൾ ഇടതുപക്ഷ സഹയാത്രികന് ഡോക്ടർ ഇക്ബാൽ, 2 ഡോക്ടർ SS ലാൽ, അവർ രണ്ടുപേരും പറഞ്ഞത് എന്താ? പ്രതിപക്ഷം കേരളത്തിന്റെ നിയമസഭയിൽ ഉന്നയിച്ച അതേ കാര്യം. അപകടകരമായ രീതിയിലേക്ക് കേരളത്തിലെ പകർച്ചവ്യാധികൾ പോവുകയാണ്. അപകടകരമായ രീതിയിൽ, നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ പബ്ലിക് ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുക എന്നത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്, സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്. അത് ചെയ്യില്ല, ഒരു നടപടിയും സ്വീകരിക്കില്ല, ഒന്നും ചെയ്യില്ല. ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ആവർത്തിച്ചു വരുന്ന വാർത്തകൾ. ഒരു മെഡിക്കൽ കോളേജിൽ 6 വിരലിന് പകരം നാക്ക് ഓപ്പറേറ്റ് ചെയ്ത്, വേറൊരു മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ 2 ദിവസം ഒരാൾ കിടക്കുകയാണ്, 2 രാത്രി 1 പകൽ ഒരാൾ ലിഫ്റ്റിൽ കിടക്കുക. ഇതെന്താണ് നടക്കുന്നത്? ഈ മന്ത്രി വന്നതിന് ശേഷം എത്ര അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ കോളേജുകളിലെയും ആശുപത്രികളിലെയും? അത് തന്നെയായി നില പറഞ്ഞ ഒരു വലിയ ബുക്കാക്കുക. അപ്പോൾ കെടുകാര്യസ്ഥതയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര എന്നാൽ ഞങ്ങളുടേത് ആരോപണമാണ്. വേണമെങ്കിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് വെച്ചോ, രാഷ്ട്രീയ ആരോപണമാണ്. പക്ഷെ അതിന് അടിവര എല്ലാ ദിവസവും മന്ത്രിമാർ തന്നെ വന്ന് ഞങ്ങളുടെ ഈ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന് അടിവരയിട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ചെയ്തികളിലൂടെ.